ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 57. 2033 എന്ന മഹാജൂബിലി വത്സരത്തെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉയർത്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നാം എല്ലാ ഞായറാഴ്ചകളിലും ലിറ്റർജിയെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ലിറ്റർജി എന്ന് പറയണേ. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലും കത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ വെളിച്ചത്തിലും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ 57ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1077 അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ആ 1077 എന്ന ഖണ്ഡം അതപ്പാടെ തന്നെ എഫേസോസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങളാണ്. അതാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതൊന്നുകൂടി കേൾക്കുകയാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ഒന്നുകൂടി കേൾക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1077 എഫേസോസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessings in heavenly places in Christ, according as he hath chosen us in him before the foundation of the world, that we should be holy and without blame before him in love, having predestinated us unto the adoption of children by Jesus Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, wherein he hath made us accepted in the beloved. അതിൻ്റെ മലയാള പരിഭാഷ എഫേസ്യ ലേഖനത്തിലെ 1-3 മുതൽ 6 വരെ. സ്വർഗീയ അഗ്രങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. തൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് തൻ്റെ പ്രിയപ്പെട്ടവനിൽ നമ്മിലേക്ക് സൗജന്യമായി ചൊരിഞ്ഞ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻകൂട്ടി നിയമിക്കുകയും ചെയ്തു. ഇതിലാദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അതിൽ 3-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു. 2-ാമത്തെ ഭാഗമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. വാഴ്ത്തപ്പെട്ടവൻ അതിൻ്റെ ഗ്രീക്ക് വാക്ക് എവുലോ ഗേത്തോസ് എന്നാണ്. എവുലോ ഗേത്തോസ്. ഹീബ്രുവിൽ ബാറുക്ക് എന്നാണ്. ബാറുക്ക്. അതിൽ നിന്നാണ് ബറാക്ക എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തൽ, അനുഗ്രഹം, അങ്ങനെയൊക്കെ ആ അർത്ഥമുണ്ട്. ബാറുക്ക്, വാഴ്വ്. അപ്പോൾ എവുലോ ഗെത്തോസ് ഗ്രീക്കിൽ, ഹീബ്രുവിൽ ബാറുക്ക്, അതിൽ നിന്ന് ബറാക്ക. ദൈവം ചൊരിഞ്ഞ കൃപകളുടെയും ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളുടെയും, വീര്യപ്രവൃത്തി നമ്മൾ ചിലപ്പോൾ അത്ഭുത പ്രവൃത്തി എന്ന് പറയും. രണ്ട് വാക്കുകളാണ് ബൈബിളിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. വീര്യപ്രവൃത്തി എന്നാണ്, അത്ഭുതം എന്നല്ല. വീര്യപ്രവൃത്തി. അപ്പം ദൈവം ചൊരിഞ്ഞ കൃപകളുടെയും ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളെയും പട്ടിക നിരത്തി ദൈവത്തെ അംഗീകരിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്ന യഹൂദ ശൈലിയാണ് ഈ ബാറുക്ക്, ബറാക്ക. അതേ യഹൂദ ശൈലിയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ ഗ്രന്ഥം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിലും ഇതേ യഹൂദ ശൈലി നമുക്ക് കാണാം. കൃതജ്ഞതയുടെ ഈ യഹൂദ ശൈലിയാണ് ബറാക്ക എന്ന് പറയുന്നത്. ബറാക്ക. നമ്മൾ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ബറാക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യഹൂദ ശൈലി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിലേക്കൊക്കെ പിന്നീട് വരും. ദൈവിക പദ്ധതിയുടെ രഹസ്യം ആസൂത്രണം ചെയ്തതിനും വെളിപ്പെടുത്തിയതിനും നിവൃത്തിയാക്കിയതിനും പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, ബറാക്ക, ബാറുക്ക്. അതായത് ദൈവിക പദ്ധതിയുടെ രഹസ്യം ദൈവം ആസൂത്രണം ചെയ്തു, അത് വെളിപ്പെടുത്തി, അത് നിവൃത്തിയാക്കി. ഇതെല്ലാം യേശുക്രിസ്തുവിലൂടെയാണ്. അങ്ങനെ ചെയ്ത ദൈവത്തെ യഹൂദ ശൈലി ഉപയോഗിച്ച് ഒരു ബറാക്ക പ്രാർത്ഥനയിലൂടെ പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാണ്
ഈ സ്വർഗീയ അഗ്രങ്ങളിലെ അതേക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുകയാണ്. എഫേസ്യ ലേഖനം 1:4. തൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും എന്ന് പറഞ്ഞ് പോകുകയാണ്. തിരഞ്ഞെടുത്തു. ആ വാക്കുകൾ നമുക്ക് നോക്കുക. വിശുദ്ധരും കുറ്റമില്ലാത്തവരും. തൻ്റെ മക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആധ്യാത്മിക പരിപൂർണതയുടെ സ്റ്റാൻഡേർഡിനെയാണ് വിശുദ്ധരും കുറ്റമില്ലാത്തവരും എന്ന് പറയാം. ഈ എഫേസ്യ ലേഖനം 5:27, കൊളോസോസ് ലേഖനത്തിൽ 1:22 ഈ ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആധ്യാത്മികതയുടെ ഒരു സ്റ്റാൻഡേർഡ്, ഇല്ലേ, അയാളൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾ, നിലവാരമില്ലാത്ത പറയില്ലേ, ഒരു ആധ്യാത്മിക നിലവാരം, പരിപൂർണതയുടെ ഒരു ആധ്യാത്മിക നിലവാരം ദൈവം തൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ 2 വാക്കുകളിലൂടെയാണ്, വിശുദ്ധരും കുറ്റമില്ലാത്തവരും. ഈ വാക്കുകൾക്ക് ഒരു പഴയ നിയമത്തിൽ ഒരു ചരിത്രമുണ്ട്. പഴയ നിയമത്തിലെ ആചാരങ്ങൾ ഉപയോഗിക്കുന്ന അതേ പ്രയോഗമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഗ്രീക്കിൽ അമോമോസ് എന്നാണ്. അമോമോസ് ഈ പഴയ നിയമത്തിലെ ആചാരത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം. അതനുസരിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാനായി മാറ്റി നിർത്തപ്പെടുന്നതാണ് വിശുദ്ധി. അമോമോസ് എന്ന് പറയുന്ന ഇല്ലേ, വിശുദ്ധരും കുറ്റമില്ലാത്തവരും. എന്താണ് ഈ വിശുദ്ധി? കർത്താവിനെ ശുശ്രൂഷിക്കാനായി മറ്റ് ലൗകിക ചിന്തകളിൽ നിന്ന്, ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക ദൈവത്തിൻ്റെ കാര്യത്തിനായി. അതിനെയാണ് വിശുദ്ധി എന്ന് പറയുക. ഈ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ വസ്തുക്കൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കും. കാസയും പീലാസും ഉയർത്തിപ്പിടിക്കും. ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുകയാണ്. ഈ അപ്പം ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുന്നു. ഈ വീഞ്ഞ് ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുന്നു. ഈ ലോകത്തിലെ സംഗതികളാണത്. പക്ഷെ അവിടെ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുകയാണ്. അങ്ങ് ഉയർത്തുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഉയർത്തുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ അതിലേക്ക് അയക്കുന്നു. റൂഹാദ് ഗോധശിയാൽ അയക്കുന്നു പരിശുദ്ധാത്മാവിനെ. അപ്പോൾ അത് ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു, ക്രിസ്തുവിൻ്റെ രക്തമായി മാറുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുന്നതാണ്, അതിനെയാണ് വിശുദ്ധീകരിക്കുക എന്ന് പറയണേ. അതിലേക്ക് പരിശുദ്ധ റൂഹായെ ദൈവം അയച്ച് അതിനെ വിശുദ്ധമാക്കുകയാണ്. ഇതേ കാര്യം തന്നെ ഇപ്പോൾ തിരുപ്പട്ടത്തിൽ ഇപ്പോൾ വൈദികനെ മെത്രാൻ ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തി പൊക്കിപ്പിടിക്കുകയാണ്. അങ്ങനെ പൊക്കിപ്പിടിക്കുന്നവൻ്റെ പൊക്കിപ്പിടിക്കുന്ന പ്രക്രിയയിൽ കൈവപ്പ് ശുശ്രൂഷ, അതായത് പരിശുദ്ധ റൂഹായെ അയച്ച് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവ് ഈ വൈദികനിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞു. വൈദികൻ, പുരോഹിതൻ ഈ ലോകത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ട്. ഇഹലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് 1, 2 ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി മാറ്റി നിർത്തുന്നു. അവനിലേക്ക് പരിശുദ്ധ റൂഹ വന്ന് അവനിൽ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ഒരൊറ്റ പൗരോഹിതനേ ഉള്ളൂ, ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അവനിൽ നിക്ഷേപിക്കപ്പെടുന്നു. അത് കൈമാറ്റം ചെയ്യപ്പെടുകയല്ല, ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഒറ്റ പുരോഹിതനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പക്ഷെ ആ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ദൈവം ചില ആളുകളെ തിരഞ്ഞെടുത്ത് തനിക്ക് വേണ്ടി മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഈഹലോകത്തെ മാറ്റി നിർത്തപ്പെടുകയും ദൈവത്തിൻ്റെ കാര്യത്തിനായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ പ്രക്രിയ, അതിനെയാണ് വിശുദ്ധി എന്ന് പറയുക. അപ്പോൾ കുർബാനയിൽ നടക്കുന്ന അതേ കാര്യം തന്നെയാണ് തിരുപ്പട്ട ശുശ്രൂഷയിൽ നടക്കുന്നത്. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ഉപയോഗത്തിന് മാറ്റി നിർത്തപ്പെടുമ്പോൾ കർത്താവ് തൻ്റെ പരിശുദ്ധ റൂഹായി അതിലേക്ക് അയച്ച് അതിനെ തൻ്റെ ജീവനാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്, തന്നെ ആളത്വമായി രൂപാന്തരപ്പെടുത്തുകയാണ്. ഇതുപോലൊരു വൈദികനെ ദൈവത്തിൻ്റെ ഉപയോഗത്തിന് വൈദികൻ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവനിടയ്ക്ക് പരിശുദ്ധ റൂഹായെ അയച്ച് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിൽ നിക്ഷേപിക്കുകയാണ്. കൈമാറ്റം ചെയ്യപ്പെടുകയല്ല, നിക്ഷേപിക്കുകയാണ്. ക്രിസ്തു പുരോഹിതനായിരിക്കെ അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവ് ക്രിസ്തു നിക്ഷേപിക്കുകയാണ് പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ. അപ്പോൾ ആ വൈദികൻ ഇഹലോകത്തിൽ മാറ്റി നിർത്തപ്പെട്ട്, ഇഹലോകത്തിലെ കാര്യങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട് ദൈവത്തിൻ്റെ ഉപയോഗത്തിന് മാറ്റി നിർത്തപ്പെടുന്നു. ഇതിനെയാണ് വിശുദ്ധരും കുറ്റമില്ലാത്തവരും എന്ന് പറയുന്നത്. മുറിവോ ചതവോ മറ്റേതെങ്കിലും കുറവുകളോ ഇല്ലാത്ത ബലിമൃഗം, അതിനെയാണ് കുറ്റമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. കുറ്റമില്ലാത്തവർ എഫേസ്യ ലേഖനം 5:27, കൊളോസോസ് ലേഖനം 1:22 കാണാം. ബലി അർപ്പിക്കപ്പെടാനുള്ള യോഗ്യതയാണിത്. ബലി അർപ്പിക്കപ്പെടാനുള്ള യോഗ്യത, അതായത് ബലിമൃഗത്തിന് ഊനമില്ലാത്ത അവസ്ഥ, കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത അവസ്ഥ, മുറിവോ ചതവോ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയ്ക്കാണ്
വിശുദ്ധരും കുറ്റമില്ലാത്തവരെന്ന് പറയുന്ന വാക്കിനർത്ഥം ദേവാലയത്തിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളെ പുരോഹിതന്മാർ പരിശോധിക്കും. യാതൊരു കുറവുകളുമില്ലാത്ത മൃഗങ്ങൾ മാത്രമാണ് ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നത്. ലേവ്യര് 1:3, 1:10. വിശുദ്ധവും സജീവമായി ബലിയായി തങ്ങളെ തന്നെ ദൈവപിതാവിന് സമർപ്പിക്കുന്ന ക്രിസ്തീയ ദൈവങ്ങളുടെ നിഴല് മാത്രമായിരുന്നു പഴയ നിയമത്തിലെ മൃഗബലികൾ. അപ്പോൾ റോമാലേഖനം 12:1 പറയുന്നുണ്ട്, നമ്മുടെ ശരീരം തന്നെ വചനമായി മാറുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. കത്തോലിക്ക സഭയുടെ മതബോധനം 14:26, 28:07 ഈ കാര്യം കാണാം. പുതിയ മനുഷ്യവംശത്തിൻ്റെ ഏക പുരോഹിതനായ ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെടുന്നതിലൂടെ ക്രിസ്ത്യാനികൾ കുറ്റമില്ലാത്ത ബലിയർപ്പിക്കപ്പെടാനുള്ള മൃഗങ്ങളായി മാറുകയാണ്. കുറ്റമില്ലാത്ത മൃഗങ്ങളായിട്ട് മാറുകയാണ്. എബ്രായ ലേഖനം 9:14 സൂചനയുണ്ട്. പുതിയ മനുഷ്യവംശത്തിൻ്റെ ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് സംയോജിപ്പിക്കപ്പെടുന്നതിലൂടെയാണ് ക്രിസ്ത്യാനികൾ കുറ്റമില്ലാത്ത ബലിമൃഗങ്ങളായി, വിശുദ്ധരായ ബലിമൃഗങ്ങളായി മാറുന്നത്. അതിനാൽ ക്രിസ്ത്യാനികൾ സ്വയം കരുതുന്നത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ബലിമൃഗങ്ങളായിട്ടാണ്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ബലിമൃഗങ്ങളായിട്ടാണ് ക്രിസ്ത്യാനികൾ സ്വയം കരുതുന്നത്. ഈ കുമ്രാൻ എന്ന് പറഞ്ഞ സമുദായം, സ്നാപക യോഹന്നാൻ കുമ്രാൻ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കും ഈ കുമ്രാൻ സമുദായമായിട്ട് കുമ്രാൻ സ്ഥലത്തിൻ്റെ പേരാണ്. ജെറുസലമിലെ യെരൂസലേം നഗരത്തിനടുത്ത് ഒരു 10-20 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കുമ്രാൻ. അവിടെ എസീനികൾ എന്ന് പറഞ്ഞ സന്യാസവും ബ്രഹ്മചര്യമൊക്കെ ഉണ്ടായിരുന്ന യഹൂദർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു സമുദായം കണക്കാക്കിയിരുന്നത് ഈ ആരാധനയിൽ മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി വേണം ഈ ആരാധനയിൽ പങ്കെടുക്കാനെന്ന് ആ സമുദായം വളരെ ശക്തമായി നിഷ്കർഷിച്ചിരുന്നു. ഇതേ ആശയം പൗലോസ്ലീഹയും പറയുന്നുണ്ട്. എന്നാൽ സ്വർഗീയ ഇടങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ സ്വർഗത്തിൽ വിശുദ്ധരും മാലാഖമാരുമുണ്ട്. എഫേസ്യ ലേഖനം 2:6, 3:10. പരമപരിശുദ്ധനായ ദൈവപിതാവിന് പരമപരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ തൻ്റെ വിശുദ്ധവും കുറ്റമില്ലാത്തതുമായ ശരീരം, കുറ്റമില്ലാത്ത രക്തം ബലിയായി നൽകി. ആ ബലിയാണ് ബലിയിലാണ് പരിശുദ്ധ റൂഹായുടെ സഹായത്താൽ നാം പങ്കുചേരുന്നത്. ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ നിൽക്കുന്ന വൈദികന് അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും വിശുദ്ധിയും കുറ്റമില്ലാത്ത അവസ്ഥയും ഉണ്ടായിരിക്കണം. ഇതാണ് പൗലോസ്ലീഹ ഈ എഫേസ്യ ലേഖനം 1:4 പറയുന്നത്. വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിട്ടേ ബലിയർപ്പിക്കാവൂ. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇവിടെയുണ്ട്. അനുസരിക്കാത്തവരും ധിക്കാരികളുമായ വൈദികരുടെ ദിവ്യബലി സാധുവാണോ? ഈ ചോദ്യം ഉയരുമ്പോൾ സഭാധികാരികളിൽ ചിലരുൾപ്പെടെ ചില പണ്ഡിതന്മാർ അടക്കമുള്ളവർ പറയുന്ന മറുപടിയുണ്ട്. ആ മറുപടി നാം കേട്ടാൽ ഞെട്ടിപ്പോകും. വ്യഭിചാരം ചെയ്തിട്ട് വന്ന് വൈദികൻ ബലിയർപ്പിച്ചാലും ആ ബലി സാധുവാണ്. ഒരു വൈദികൻ വ്യഭിചാരം ചെയ്തിട്ട് വന്ന് ബലിയർപ്പിച്ചാൽ പോലും അത് സാധുവാണ്. അതായത് മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ അർപ്പിക്കുന്ന ബലി സാധുവാണ്, നിയമാനുസൃതമാണ്. ഇതാണ് ഞെട്ടിക്കുന്ന മറുപടിയായിട്ട് ചില സഭാധികാരികളും പണ്ഡിതന്മാരും നൽകുന്നത്. എന്നാൽ അങ്ങനെ വളരെ നിസ്സാരമായി തള്ളിക്കളയാവുന്നൊരു ചോദ്യമല്ല അത്. ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ചോദ്യവുമല്ല. റെജീന അപ്പസ്തോലോരും പൊന്റിഫിക്കൽ യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ലിറ്റർജിയുടെ പ്രൊഫസറായിരിക്കുന്ന ഫാദർ എഡ്വേർഡ് മക്നമാറ നൽകുന്ന മറുപടി, ആ മറുപടി നമ്മൾ മനസ്സിരുത്തി കേൾക്കേണ്ടതാണ്. മാർപ്പാപ്പയുടെ പൊന്റിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ലിറ്റർജിയുടെ പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പാപങ്ങൾ മോചിക്കപ്പെടുന്ന കൂദാശകളൊഴികെ മറ്റേത് കൂദാശകൾ സ്വീകരിക്കാനും ഒരു കത്തോലിക്ക വിശ്വാസി വരപ്രസാദത്തിൻ്റെ അവസ്ഥയിലായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അത് വൈദികർക്കും ബാധകമാണ്. പാപങ്ങൾ മോചിക്കപ്പെട്ട കൂദാശകൾ ഒഴികെ മറ്റേത് കൂദാശകൾ സ്വീകരിക്കാനും കത്തോലിക്ക വിശ്വാസി വരപ്രസാദത്തിൻ്റെ അവസ്ഥയിലായിരിക്കണം. ആ വ്യവസ്ഥ അൽമായർക്ക് മാത്രമല്ല വൈദികർക്കും ബാധകമാണ്. ഇപ്പം കുംഭസാരം, പിന്നെ ചില സന്ദർഭങ്ങളിൽ രോഗീലേപനം, ഈ 2 കൂദാശകൾ ഇപ്പം പാപങ്ങൾ മോചിക്കപ്പെടാൻ വേണ്ടിയാണ് കുംഭസാരം. അപ്പോൾ വരപ്രസാദയിലായിരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കാൻ പാപമില്ലാത്ത അവസ്ഥ വേണ്ട, പാപമുള്ളപ്പോഴാണ് കുംഭസാരിക്കാൻ പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ രോഗീലേപനം സ്വീകരിക്കാനും അങ്ങനെ, അതായത് പാപാവസ്ഥയിലും സ്വീകരിക്കാൻ പറ്റും. അത് ചില സന്ദർഭങ്ങളിലാണ്, വിശദാംശങ്ങൾ നമ്മൾ പറയുന്നില്ല. ഈ പാപങ്ങൾ മോചിക്കപ്പെട്ട ഈ കൂദാശകളൊഴികെ മറ്റേത് കൂദാശകൾ സ്വീകരിക്കണമെങ്കിലും ആ സ്വീകരിക്കുന്ന ആളും അർപ്പിക്കുന്ന ആളും വരപ്രസാദത്തിൻ്റെ അവസ്ഥയിലായിരിക്കണം. അത് അടിസ്ഥാനപരമായ ഒരു വ്യവസ്ഥയാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ, അതായത് മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ചിട്ടേ
കുർബാന അർപ്പിക്കാവൂ. മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ എത്രയും പെട്ടെന്ന് കുമ്പസാരിച്ചിട്ടേ കുർബാന അർപ്പിക്കാവൂ. ഇനി കുമ്പസാരിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ കുർബാന അർപ്പിക്കാതിരിക്കണം. മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കാനുള്ള സാഹചര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ കുർബാന അർപ്പിക്കാതിരിക്കണം. മാരകപാപത്തിലായിരിക്കെ കുർബാന അർപ്പിച്ചാൽ അത് സാക്രിലേജ് ആണ്, ദൈവനിന്ദയാണ്. അതായത് മറ്റൊരു മാരകപാപം കൂടി ചെയ്യുകയാണ്. മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കാതെ കുർബാന അർപ്പിച്ചാൽ മറ്റൊരു പാപം കൂടി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആധ്യാത്മികമായി മരിച്ച അയാളിലൂടെ ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾ ആധ്യാത്മിക മരിച്ചവനാണ്, മാരകപാപത്തിലായിരിക്കുന്ന ആള്. മരിച്ചവനിലൂടെയും ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് തോമസ് അക്വിനാസ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ത് തോന്നിയാസം ചെയ്യുന്ന തരത്തിലല്ല. വൈദികൻ മാരകപാപത്തിലായിരിക്കുകയും കുമ്പസാരിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉത്തമമായ പശ്ചാത്താപത്തോടെ കുർബാന അർപ്പിക്കാമെന്നാണ് ഈ തോമസ് അക്വിനാസിന്റെ പഠനത്തിന്റെ പശ്ചാത്തലം. അതായത് മാരകപാപത്തിലാണ് വൈദികൻ, കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് കുർബാന അർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുമ്പസാരിക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറ്റു വൈദികരില്ലാത്ത ഒരു മിഷൻ പ്രദേശം, ഇപ്പം സൗദി അറേബ്യ എന്ന് വിചാരിക്കുക. സൗദി അറേബ്യയിൽ നമുക്ക് വൈദികരെ കിട്ടാൻ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ 200-300 കിലോമീറ്റർ അപ്പുറത്താണ് ചിലപ്പോൾ ഒരു വൈദികൻ, അല്ലെങ്കിൽ 500 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെ പോയി കുമ്പസാരിച്ച് വരാനുള്ള ഒരു സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഭാഷ അറിയാത്തൊരിടം, ഇപ്പം ആകെ കൂടി ഒരാളേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം വേറെ ഭാഷ സംസാരിക്കുന്നവർ, അവിടെ കുമ്പസാരിക്കാനായിട്ട് ഒരു അവസ്ഥ വൈദികൻ, അതായത് ഈ ഭാഷ, ഇദ്ദേഹം സംസാരിക്കുന്ന ഭാഷ അറിയുന്ന ഒരു വൈദികൻ അവിടെ ഇല്ല. അങ്ങനെയുള്ള വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഉത്തമമായ പശ്ചാത്താപത്തോടെ കുർബാന അർപ്പിക്കാം. സഭയുടെ കാനൻ നിയമം, ഈ ലത്തീൻ കാനൻ നിയമം 916 പറയുന്നത് ഇങ്ങനെയാണ്: മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കാതെ കുർബാന അർപ്പിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്യരുത്. മാരകപാപത്തിലായിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കാതെ കുർബാന അർപ്പിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ ചെയ്യരുത്. വളരെ ഗൗരവതരമായ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം, കുമ്പസാരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതിരുന്നാൽ മാത്രം അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴികഴിവുള്ളൂ. വളരെ ഗൗരവതരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, കുമ്പസാരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതിരുന്നാൽ, നിവൃത്തികേട് കൊണ്ട് ആ അച്ഛന് കുർബാന അർപ്പിക്കാം മാരകപാപത്തിലാണെങ്കിലും. ഗൗരവതരമായ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗൗരവതരമായ കാരണങ്ങൾ, അടുത്തെങ്ങും വൈദികരില്ല, അല്ലെങ്കിൽ അടുത്തെങ്ങും ഇയാളുടെ ഭാഷ സംസാരിക്കുന്ന വൈദികരില്ല. അങ്ങനെ വരുമ്പോൾ നിവൃത്തികേട് കൊണ്ട്, പക്ഷെ ഉത്തമമായ പശ്ചാത്താപത്തോടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, തക്സിയിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ മാത്രം, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് മാത്രം കുർബാന അർപ്പിക്കണം. ആചാരങ്ങൾ മാറ്റിമറിച്ചാൽ അത് കുർബാനയെ നിയമാനുസൃതമല്ലാതാക്കും, ഇല്ലിസിറ്റാക്കും, ചില ഘട്ടങ്ങളിൽ അസാധുവാക്കും. ഇത് എൻ്റെ ശരീരം എന്നതിന് പകരം ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകം എന്ന് വൈദികന് ഉരുവിട്ടാൽ അത് കുർബാനയെ അസാധുവാക്കും. അത് ഇല്ലിസിറ്റ് മാത്രമല്ല, ഇൻവാലിഡ് ആണ്. ഇതെൻ്റെ ശരീരം എന്ന് പറയുന്നതിന് പകരം ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അത് കുർബാനയെ ഇല്ലിസിറ്റ് മാത്രമല്ല, ഇൻവാലിഡ് ആക്കും. ഇനി വേറെ ഉദാഹരണം പറയാം. പട്ടം കൊടുക്കുന്ന നേരത്ത് ഈ തിരുപ്പട്ടം സ്വീകരിക്കുന്ന ആള്, ഞാൻ ഈ തിരുപ്പട്ടം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൈവെപ്പിൻ്റെ സമയത്ത് ഉള്ളിൽ പറഞ്ഞാൽ ആ തിരുപ്പട്ടം സാധുവല്ല, ഇൻവാലിഡ് ആണ്. കാരണം ശുദ്ധമായ നിയോഗമില്ല. അപ്പോൾ കുർബാന അർപ്പിക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ഇതൊന്നും കുർബാനയൊന്നുമല്ല, ഇത് കർത്താവൊന്നും ആകുന്നില്ല എന്ന മട്ടിലൊക്കെ ചെയ്താൽ അത് വളരെ ഗൗരവതരമായ പ്രശ്നമായിട്ട് മാറും. അതുപോലെ കൈവെപ്പിൻ്റെ സമയത്ത് മെത്രാൻ വിചാരിക്കുകയാണ്, ഉള്ളിൽ പറയുകയാണ്, ഇയാളെ വൈദികനാക്കാനൊന്നും എനിക്ക് നിയോഗമില്ല, എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് കൈവച്ചാൽ അത് ഗൗരവമായ കുറ്റകൃത്യം കൂടിയാണ്. അത് അസാധുവാണ്, നിയമാനുസൃതമല്ല, ഒരു കുറ്റകൃത്യമാണ്, അതുകൊണ്ട് ശിക്ഷാർഹവുമാണ്. അപ്പം ഇങ്ങനെ തോന്നിയ പോലെയൊന്നും കൂദാശകൾ അർപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആന്തരികമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുമ്പസാരിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്, ആത്മാക്കളുടെ രക്ഷപ്രതി മാത്രമാണ് താൻ ദിവ്യബലി അർപ്പിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കുമെന്നും കർത്താവിനോട് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാരകപാപത്തിലാണെന്ന് വിചാരിക്കുക. ആ മാരകപാപത്തിലായിരിക്കുന്ന ആൾ പക്ഷേ കുമ്പസാരിക്കൊരു നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ പക്ഷേ ആളുകളെല്ലാം പള്ളി വന്നിരിക്കുന്നു, താൻ മാരകപാപത്തിന് അദ്ദേഹത്തിന് അറിയാം, കുർബാന അർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പക്ഷേ
ഇവരൊക്കെ വന്നിരിക്കുന്നു, അവരോടൊക്കെ ഞാൻ മാരകഭാവത്തിൽ നിന്ന് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ രഹസ്യ കുമ്പസാരം ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം കർത്താവിനോട് പറയാണ്, നിവൃത്തിയില്ല കർത്താവേ, കുമ്പസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കുമ്പസാരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കുമ്പസാരിക്കുന്നതാണ്, ഇപ്പോൾ ഈ കുർബാന അർപ്പിക്കാൻ നീ എന്നോട് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഉത്തമമായ പശ്ചാത്താപത്തോടെ, ഉത്തമമായ മനസ്താപത്തോടെ അദ്ദേഹത്തിന് കുർബാന അർപ്പിക്കാം. അപ്പോൾ അത് അസാധുവല്ല, സാധുവാണ്, നിയമാനുസൃതമാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ കുർബാനയിൽ വിശ്വാസമില്ലാത്ത വൈദികനാണ് ദിവ്യബലി അർപ്പിക്കുന്നത് കരുതുക. കുർബാനയിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിലും ഇത്രയെങ്കിലും അദ്ദേഹം പറയണം, സഭ പറയുന്നത് കുർബാനയാണ്, കത്തോലിക്ക സഭ പറയുന്നത് കുർബാനയാണ്, ആ സഭ പറയുന്നത് പോലെയും ചെയ്യുന്നത് പോലെയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് വിശ്വാസമില്ലെങ്കിലും. ഇത്രയെങ്കിലും പറയാതെ ആ കുർബാന അർപ്പിച്ചാലും അത് ശരിയാകില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാം മിനിമം കാര്യങ്ങളാണ്, മിനിമം. പക്ഷെ സാധുവാണോ നിയമാനുസൃതമാണോ എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് യോഗ്യതയുള്ളവനാണോ എന്നത്. സാധുവാണോ എന്ന ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് യോഗ്യതയുള്ളവനാണ്. എന്താണ് പൗലോസ് പറഞ്ഞത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ, തൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുക, ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആധ്യാത്മികതയുടെ നിലവാരമാണിത്. ആ നിലവാരം നമുക്ക് പാലിക്കാൻ സാധിക്കണം. അതുകൊണ്ട് മാരകപാപം ചെയ്താലും വ്യഭിചാരം ചെയ്താലും അച്ഛന്മാരെ കുർബാനയാകും എന്നൊന്നും ഒഴുക്കൻ മട്ടിൽ ആരും പഠിപ്പിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്രയും ഗൗരവമായ സംഗതിയായിട്ടാണ് സഭ അതിനെ കാണുന്നത്. ആ തരത്തിൽ തന്നെയാണ് സഭ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് തോന്നിയാസം ചെയ്തവരുമായ ആളുകൾ വന്ന് കുർബാന അർപ്പിച്ച കുർബാനയാകുമെന്നൊക്കെ പഠിപ്പിച്ചാൽ കുർബാനയുടെ വിശുദ്ധി മാത്രമല്ല, വൈദികരുടെ വിശുദ്ധി മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം പോലും തകർന്നു പോകും. എത്ര വലിയ ഉതപ്പായിരിക്കും അങ്ങനെ മാരകപാപത്തിലായിരിക്കുന്ന വ്യക്തികൾ കുർബാന അർപ്പിക്കുക, കൂദാശകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുമ്പ് പറഞ്ഞൊന്ന് ആവർത്തിച്ച് നിർത്താൻ ഞാൻ, ഈ പാപമോചനം കിട്ടാനുള്ള കൂദാശകൾ ഒഴികെ മറ്റേത് കൂദാശകൾ പരിക്രമം ചെയ്യാനും സ്വീകരിക്കാനും വരപ്രസാദത്തിൻ്റെ അവസ്ഥയിലായിരിക്കണം. മാരകപാപത്തിൽ ചെയ്യാൻ പാടില്ല. മാരകപാപത്തിൽ ചെയ്താൽ അത് ദൈവനിന്ദയാണ്, മറ്റൊരു പാപം കൂടി ചെയ്യാണ്. എന്താണ് പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? പിശാചിൻ്റെ നുകം നമ്മൾ എടുത്തു വെക്കുകയാണ് തോളിൽ, പിശാചിൻ്റെ നുകം. അപ്പോൾ നുകം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, 2 കാളകൾ കൂട്ടി വെക്കുന്നതാണ് ഈ നുകം. പുതിയ തലമുറയിലുള്ളവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കണം, നുകം. അപ്പം ഞാനും പിശാചും കൂടി ഒരു നുകം വഹിക്കുകയാണ് പാപം ചെയ്യുമ്പോൾ. ആ പാപാവസ്ഥയിലൊക്കെ ഞാനും പിശാചും ഒരേ ഒരു നുകത്തിന് കീഴിലാണ്. ഞാൻ മാരകപാപം ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ പിശാചിന് കീഴിലാണ്. കുമ്പസാരത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് ക്രിസ്തുവിലായിരിക്കുന്ന വൈദികനോട് പറയാണ്, ഈ നുകം ഇത് വഹിക്കാൻ മഹാഭാരമാണ്. കർത്താവ് പറഞ്ഞത് എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, വരപ്രസാദത്തിൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ നുകം ഒടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ നുകം എൻ്റെ തോളിൽ വയ്ക്കുമെന്ന് ക്രിസ്തുവിനോട് ഏറ്റു പറയുന്നതാണ് കുമ്പസാരം. അപ്പോൾ അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ക്രിസ്തു ഈ പിശാചിൻ്റെ നുകം ഒടിച്ചു കളഞ്ഞ് തൻ്റെ നുകം എടുത്തു വയ്ക്കുകയാണ് നമ്മുടെ തോളിൽ. അപ്പോൾ ഞാനും ക്രിസ്തുവും കൂടി ഒരു നുകത്തിന് കീഴിലാകുകയാണ്. ഞാനും ക്രിസ്തുവും ഒരു നുകത്തിന് കീഴിലാകുന്നു. ഇതാണ് വരപ്രസാദാവസ്ഥ. അപ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യം, ക്രിസ്തുവിൻ്റെ വരപ്രസാദം എൻ്റെ തോളിലേക്ക് വെച്ച് എന്നിലേക്ക് വെക്കുകയാണ്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യമാണ് കുമ്പസാരം. ഞാൻ പാപം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മാരകപാപം ചെയ്യുമ്പോൾ പിശാചിൻ്റെ അടിമത്തത്തിന് കീഴിലാണ്, പിശാചിൻ്റെ ശക്തിയുടെ കീഴിലാണ്. പക്ഷേ ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ വരപ്രസാദം, അവൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നത് ചാലുകളാണ് കൂദാശകളെല്ലാം, പ്രത്യേകിച്ച് കുമ്പസാരമല്ല കൂദാശ. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിൻ്റെ നുകം എൻ്റെ തോളിൽ വെക്കാൻ പറയുമ്പോൾ, ക്രിസ്തു അത് വയ്ക്കുമ്പോൾ ആ നുകം, വരപ്രസാദത്തിൻ്റെ നുകം എളുപ്പമാകുകയാണ്. അപ്പോൾ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യമില്ലാതാകുകയാണ്. ഞാൻ കുരിശിലേർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുകയാണ്. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഓരോ നിമിഷവുമാണ് കുമ്പസാരം. നാം ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിലാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്ലീവയ്ക്ക് കീഴിലാകുമ്പോൾ ഈ പിശാച് പുറന്തള്ളപ്പെടുകയാണ്. പിശാചിന് ശക്തിയില്ല. അതുകൊണ്ടാണ് നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ ഉത്തിതനായ കർത്താവിൻ്റെ കയ്യിലാണെന്ന് വെളിപാട് പുസ്തകം 1:18 പറഞ്ഞിരിക്കുന്നത്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് കർത്താവിൻ്റെ കയ്യിലാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലോ പത്രോസിന് കൊടുക്കുകയും ചെയ്തു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കർത്താവ് പത്രോസിന് പിൻഗാമികളും കൈമാറി. നരകത്തിൻ്റെയും മരണത്തിൻ്റെ താക്കോല് ഉത്തരനായ കർത്താവ് കൈവശം വെച്ചിരിക്കുക. വെളിപാട് 1:18. കാരണം ഈ നരകത്തിൻ്റെയും മരണത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച്
ആ നുകം, പിശാചിന്റെ നുകം ഒടിച്ചു കളഞ്ഞ് അവനെ പുറന്തള്ളി നമ്മെ ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിലാക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ഇത് സംഭവിക്കുന്ന ഇടമാണ് കുമ്പസാരം. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ സ്ഥിരമായി ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന വൈദികർ, സ്ഥിരമായി അനുസരണക്കേടുള്ള വൈദികർ കുർബാന അർപ്പിക്കുന്നത് മറ്റൊരു ദൈവനിന്ദയുമാണ്. മാത്രമല്ല അത് സാധുവൊക്കെ ആയി എന്ന് പറഞ്ഞാൽ പോലും ഈ സാധുവും നിയമാനുസൃതവും മാത്രമല്ല കുർബാനയുടെ പ്രധാനപ്പെട്ട അംശങ്ങൾ. യോഗ്യതയും വേണം. നമ്മൾ കുർബാന സ്വീകരിച്ച യോഗ്യത ഇല്ലാത്തപ്പോഴല്ലേ നമ്മൾ കുമ്പസാരിക്കുന്നത്. അപ്പോൾ ഈ വൈദികൻ, കുർബാന അർപ്പിക്കുന്ന വൈദികനും യോഗ്യത വേണ്ടേ? സാധുവാണോ നിയമാനുസൃതമാണോ എന്ന് മാത്രം നോക്കിയാൽ മതിയോ? യോഗ്യതയും വേണ്ടേ? അതാണ് പൗലോസ് പറയുന്നത്, വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിട്ട് വേണം നമ്മൾ ബലിയർപ്പിക്കാൻ പോകാൻ. ഇത് തിരുവചനമാണ്. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് വൈദികർക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.